ദൈവമേ, ഒരംഗത്തിന് പോവാണ്, റെഡിയാകണം. ആയില്ലെങ്കിൽ ഇന്ന് പണി കിട്ടും. ഹലോ മച്ചന്മാരെ, തുള്ളം ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കുറേ നാൾ വീഡിയോ ഇടായിരുന്നത് നിങ്ങൾക്ക് എന്താണെന്ന് കാരണം എന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ 2 വീഡിയോയ്ക്ക് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടുത്തെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും, ഇവിടെ വീഡിയോ എടുക്കുന്നതിൽ കുറച്ച് പരിധികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അത് കാരണമാണ്, അത് നമുക്ക് കറക്റ്റ് കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. അത് കാരണമാണ് വീഡിയോ എടുത്തതൊക്കെ പോസ്റ്റ് ചെയ്യാൻ മടിച്ചത്. എന്താണെന്ന് വെച്ചാൽ ചില സ്ഥലങ്ങളിൽ വീഡിയോ എടുക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് വീഡിയോ ഇടാൻ മടിച്ചത്. എഡിറ്റ് ചെയ്ത് വെച്ച് 2-3 വീഡിയോ അത് ഇടാൻ പറ്റാത്ത അവസ്ഥയായി. അതേപോലെ കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ഓരോ സ്ഥലങ്ങൾ അവിടെ ഉൾപ്പെടുത്തലെന്നുണ്ട്, പക്ഷേ ആ 2-3 വീഡിയോയിൽ അതുണ്ട്. അത് കട്ട് ചെയ്ത് കളഞ്ഞാലും അതിൻ്റെ ഒരു ഇതങ്ങ് പോകും. അത് കാരണം ആ 2-3 വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെൻ്റെ ഒരു ദിവസത്തെ ലൈഫ്, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. ഇത് കാണുമ്പോൾ തന്നെ ഒരു ശരാശരി ഹൗസ് ഡ്രൈവർമാരുടെ അവസ്ഥ എങ്ങനെയാണെന്ന് മനസ്സിലാവും. അപ്പം എന്തായാലും നിങ്ങൾ ഈ വീഡിയോ പോയി കണ്ടിട്ട് പോവുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ പോയി കണ്ടിട്ട് പോവുക ഗൈസ്. അപ്പോൾ അതെൻ്റെ 6 മണിയായിരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് രാവിലത്തെ ഡ്യൂട്ടി തുടങ്ങാൻ പോവുകയാണ്. ഇന്നെന്തായാലും താമസിച്ചു. എന്നും 5:30 എല്ലാമാണ് പറയുന്നത്. ഇന്നെന്തായാലും രാവിലെ സ്കൂളോട്ടം കാര്യങ്ങളൊക്കെ, റോഡൊക്കെ കണ്ടില്ലേ, ഒരു 7 മണി 8 മണിയായ ഫീല്. 6 മണിയായതേ ഉള്ളൂ. കഫീലിൻ്റെ വണ്ടി അവിടെ കിടപ്പുണ്ട്. വണ്ടി ഇന്ന് കഴുകിയിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിൽ നല്ല ഓട്ടം. അതായത് മേഡത്തിൻ്റെ വീട്ടിൽ പോയേക്കുവാണ്. നമുക്ക് അവിടെ ചെന്നിട്ട് വേണം സ്കൂളോടെ. അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടുന്ന് അങ്ങോട്ട് പോകണം. 6 മണിക്ക് അവിടെ ചെല്ലണമെന്നായിരുന്നു പറഞ്ഞത്. 6 മണിക്ക് ഇവിടുന്ന് ഇറങ്ങുന്നേ ഉള്ളൂ. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കില്ല. എന്തായാലും കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ സ്കൂളോട്ടം ഉള്ളതുകൊണ്ട് ഒത്തിരി വണ്ടികളായിരിക്കും റോഡ് ഫുള്ള്, നല്ല ബ്ലോക്കായിരിക്കും. എന്തായാലും നമുക്ക് വെട്ടമങ്ങയല്ല. അങ്ങനെ നമ്മൾ മേഡത്തിൻ്റെ വീടിനോട് വന്നിട്ടുണ്ട്. ഇനി എന്തായാലും ഇവിടുന്ന് ഇനി പിള്ളേരെല്ലാം ഇപ്പോൾ ഇവിടെയാണ്. അപ്പം നമുക്കാണെങ്കിൽ 3 സ്കൂളുണ്ട്. ആദ്യത്തെ സ്കൂളിൽ മേഡവും 2 പിള്ളേരും, പിന്നെ അത് കഴിഞ്ഞ് വേറെ ഒരു ചെറുക്കനെ, വേറെ സ്കൂള്, പിന്നെ ഒരു പൊടിച്ചെറുക്കനുണ്ട്, അവനെയും കൊണ്ടുപോകണം. രാവിലെ ആണെങ്കിലും നല്ല കാറ്റുമുണ്ട്. ഇനി മുടി വെട്ടണം, അങ്ങനത്തെ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ ചെറുക്കൻ ഇവൻ 2-3 ദിവസം നമ്മുടെ കയ്യിലില്ലായിരുന്നു. കഫീലിൻ്റെ കൂട്ടുകാരൻ കൊണ്ടുപോയിക്കുമായിരുന്നു. പിന്നെ വണ്ടിക്ക് മൊത്തം പൊടി അടിച്ച് കയറിയിരിപ്പുണ്ട്. ഒന്ന് ഫ്രീ ആയിട്ടൊരു സമയം കിട്ടിയില്ല. എന്നിട്ട് വേണം ആകെ മൊത്തം വൃത്തിയാക്കാൻ. നല്ല രീതിയിൽ പൊടിയുണ്ട് അകത്ത്. അല്ലാതെ വെളിഭാഗമൊക്കെ തുടച്ചായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി അകവും കൂടെ വൃത്തിയാക്കാനുണ്ട്. ഈ ബാഗ് കണ്ടോ, ഇന്നലെ ഇവിടുത്തെ സ്കൂളിൽ പോയിട്ട് അതേപോലെ വണ്ടിക്കകത്ത് ഇട്ടേക്കുമായിരുന്നു. അവൻ വൈകിട്ട് വേണ്ടായോ എന്തോ. പിന്നെ നമുക്ക് ചെറിയൊരു പണി കിട്ടിയിരിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കാണിച്ചു തരാം. അതായത് നമ്മുടെ വണ്ടിയുടെ ഇവിടെ സബ് ടാങ്ക് എന്ന് പറഞ്ഞ് ടാങ്കുണ്ട്. അപ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കി കാണിച്ചു തരാം. അതായത് ആ ലൈറ്റ് മാത്രം കത്തി നിൽക്കുന്നതുണ്ടോ, അതെന്ന് പറഞ്ഞാൽ അത് ഫുള്ളായി കിടക്കുക. പക്ഷെ നമ്മുടെ താഴത്തെ ആ പെട്രോൾ തീരുമ്പോഴത്തേക്ക് അത് ഓണാക്കുമ്പോഴാണ് അത് കത്തേണ്ടത്. അതിൻ്റെ സ്വിച്ച് കാണിച്ചു തരാം. ആ സ്വിച്ച് കണ്ടില്ലേ, അത് ഞെക്കുമ്പോൾ അതേ ഒരു മഞ്ഞ കത്തേണ്ടതാണ്. എന്നാലേ അതേന്ന് മണ്ടയ്ക്കൊന്ന് പെട്രോൾ ഇറങ്ങത്തുള്ളൂ. പക്ഷേ അത് വർക്കാവുന്നില്ല, എന്താണെന്നറിയില്ല. ആകെ ഇതേ കുറച്ച് പെട്രോളേ ഉള്ളൂ.
ഇത് കണ്ടില്ലേ, ആ പെട്രോൾ കണ്ടില്ലേ, രാവിലത്തെ സ്കൂൾ ഓടാനുള്ള പെട്രോൾ മാത്രമേ അതിലുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് അത് ഓണാകുന്നില്ല, സബ് ടാങ്ക് ഓണാകുന്നില്ല. അപ്പോൾ അതെന്തായെന്നൊന്ന് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ വഴിയിൽ എവിടെയെങ്കിലും കിടക്കേണ്ടി വരും. അങ്ങനെ പിള്ളേരുടെ 2 പേരുടെ ബാഗ് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഒരു സ്കൂൾ കഴിഞ്ഞ് ഇനി നമ്മൾ അടുത്ത സ്കൂളിലോട്ട് പോവാണ്. ഇനി അടുത്ത വീട്ടിൽ ചെന്നിട്ട് വേണം അടുത്ത ഇറക്കാനെ എടുത്തുകൊണ്ട് അടുത്ത സ്കൂളിലോട്ട് പോകാം. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോകാം. ഇത് നമ്മുടെ അടുത്തുള്ളൊരു ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ്, ഇന്ത്യൻ കിച്ചൺ. അതായത് ഇവിടെ എല്ലാ സാധനവും കിട്ടും, ചപ്പാത്തി, പൊറോട്ട, അങ്ങനെ. ഞാനിപ്പോൾ ഒരു ചായ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. രാവിലെ ഒരു ചായ കുടിച്ചേക്കാം എന്ന് വിചാരിച്ചു. ഇനി 2 സ്കൂളും കൂടെ ഉണ്ട്. ഇപ്പോഴത്തേക്ക് കൂടെ മൊത്തം റോഡ് പണിയാണ്, വണ്ടി പാർക്ക് ചെയ്താലും സ്ഥലങ്ങൾ. അങ്ങനെ ചായയൊക്കെ മേടിച്ചു. ഇനി എന്താണെന്ന് വെച്ചാൽ ഇനി 2 പിള്ളേരും കൂടെ ഉണ്ട്. അപ്പോൾ അതിൽ ഒരുത്തനെ ഞാനിപ്പോൾ വിളിച്ച് പോകാൻ പറഞ്ഞ് ചിലപ്പോഴേ സ്കൂളിൽ പോകുന്നുള്ളതെന്ന് പറഞ്ഞു. അവനില്ലെങ്കിൽ പിന്നെ ആ ഒരു ചെറിയ ചെറുക്കനുണ്ട്, അവൻ ഈ വർഷം മുതലാണ് സ്കൂളിൽ പോകാൻ തുടങ്ങി. അപ്പോൾ അവൻ്റെ കാണും. പിന്നെ രാവിലത്തെ ഈ ചായ കുടി, രാവിലെ ഒരു ചായ കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്കൊരു പവറാണ്. നമ്മൾ ബൂസ്റ്റൊക്കെ ഇട്ട് കുടിക്കുന്ന കൂട്ട് തന്നെ ഒരു ചായ കുടിച്ച് കഴിയുമ്പോഴത്തേക്ക്. രാവിലത്തെ ഈ സ്കൂളോട്ടം കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 9 മണിയൊക്കെ ആവും. വേറെ ഒന്നുമല്ല, എല്ലാവരും വിട്ട് 3 സ്കൂളുണ്ടല്ലോ, എല്ലാവരും വിട്ട് കഴിയുമ്പോഴത്തേക്ക് തിരിച്ച് റൂമിലോട്ട് വരുമ്പോഴുള്ള ബ്ലോക്കും പ്രശ്നവും കാരണം 8:30 9 മണിയൊക്കെ ആവും. പിന്നെ വന്നിട്ടാണ് നമുക്ക് കിട്ടുന്ന സമയം ഫുഡ് വെക്കാനും കാര്യങ്ങളും. പിന്നെ 11:30 ആകുമ്പോഴത്തേക്ക് സ്കൂളിലോട്ട് പോകണം. 11:30 ഇറങ്ങിയാലേ ആദ്യത്തെ സ്കൂളിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അവനെ എന്തായാലും 12:30 12:45 ആകുമ്പോൾ വിടും. നേരത്തെ ഇറങ്ങിയില്ലെങ്കിൽ റിയാദാണ്, ഇവിടുത്തെ ബ്ലോക്ക് അന്യായ ബ്ലോക്കാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് എങ്ങും ചെല്ലാൻ പറ്റത്തില്ല. അതിനൊരു 1 മണിക്കൂർ മുന്നേ ഇറങ്ങിയാലേ അവിടെ ചെല്ലാൻ പറ്റത്തുള്ളൂ. അത് ഈ സൗദിയിലുള്ളവർക്കറിയാം, റിയാദിൽ നിൽക്കുന്നവർക്കും അറിയാം. അപ്പോൾ പിന്നെ നമുക്ക് കിട്ടുന്ന സമയം ഇവരെ സ്കൂളിൽ വിട്ടിട്ട് തിരിച്ച് റൂമിൽ ചെന്നാലേ നമുക്ക് കഴിക്കാനായാലും എന്തെങ്കിലും ഉണ്ടാക്കാനോ തുണി കഴുകാനോ ആ ഗ്യാപ്പ് സമയം കിട്ടത്തുള്ളൂ. ഉച്ച കഴിഞ്ഞ് പിന്നെ നോക്കണ്ട, ഉച്ച കഴിഞ്ഞ് 1 മണിക്കൂർ വല്ല റെസ്റ്റ് കിട്ടിയാൽ കിട്ടി. എൻ്റെ വീട്ടിലെ കാര്യമാണ് പറയുന്നത്, എല്ലായിടത്തും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ആണ് ഹൗസ് ഡ്രൈവറായിട്ട് വരുന്നവർ ചിന്തിക്കുക, എല്ലാ വീടും ഒരേപോലെ ആയിരിക്കത്തില്ല. ചിലപ്പോൾ ഓട്ടം കാണും, ചിലപ്പോൾ ഓട്ടം കാണത്തില്ല, അങ്ങനെയൊക്കെയുണ്ട്. അതൊക്കെ അറിഞ്ഞിട്ട് കയറി വരിക. ഇത് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഓരോ പ്രതീക്ഷിച്ചാണ് ഇങ്ങോട്ട് കയറി വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് എല്ലാം മാറിപ്പോയി. സൗദി എന്ന് പറഞ്ഞ രാജ്യം സൂപ്പറാണ്. നല്ല ജോലി നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിൽക്കുന്നത് നൈസാണ്. പിന്നെ ഓരോ ദിവസം ഓരോ നിയമങ്ങളായിരിക്കും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനി പിള്ളേർ വരാനുണ്ട്. 2 പിള്ളേരെ ഇപ്പം കൊണ്ട് വിട്ടു. പിന്നെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂട്ടുകാർക്ക് വീഡിയോ അയച്ചു കൊടുക്കുക. നമുക്ക് നല്ല നല്ല കാഴ്ചകൾ കാണുമ്പോൾ ഞാൻ വീഡിയോ ഇട്ട് തരാം. അല്ലാതെ ഞാൻ പറഞ്ഞില്ലേ, എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ പാർക്കിംഗ് കിടക്കുവാണെങ്കിൽ അവിടെ 1-2 മണിക്കൂർ ഒക്കെ റെസ്റ്റ് ആയിരിക്കും, നമുക്ക് എങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ ആണെങ്കിൽ ചൂടും തുടങ്ങി. എൻ്റെ ഫോണെന്ന് പറഞ്ഞാൽ ഒന്ന് വെളിയിലോട്ട് കാണിച്ചാൽ ചൂടടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫോൺ അങ്ങ് ഹാങ് ആവും. അതാണ് ഒന്നാമത്തെ വിഷയം. പിന്നെ വീഡിയോ ഒക്കെ ഇല്ലാതിരുന്നത് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും, അതൊക്കെ എനിക്ക് വഴിയെ പെയ്യേ പറയാൻ പറ്റത്തുള്ളൂ. അത് മൊത്തം ഞാൻ പറയും, അതൊരു സമയം കിട്ടുമ്പോഴത്തേക്ക് എല്ലാം ഞാൻ പറയാം. അതുവരെ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. നാട്ടിൽ പോകുന്ന കാര്യം അത് എന്തായാലും ഈ അടുത്ത മാസം കഴിയുമ്പോഴത്തേക്ക് എൻ്റെ 2 വർഷത്തെ അത് കംപ്ലീറ്റ് ആവും. പിന്നെ ഒന്നീ സ്കൂൾ അടയ്ക്കുമ്പോൾ ഞാൻ ഇവിടുന്ന് പോവും. എന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം വിശദമായിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അവന്മാരെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. അങ്ങനെ രണ്ടാമതായി നമ്മുടെ ഏറ്റവും ഇളയ ചെറുക്കനെ കൊണ്ടുവിടാൻ വേണ്ടി വന്നതാണ്. ഇതാണ് അവൻ്റെ സ്കൂൾ, ഇത് പ്രൈവറ്റാണ്.
മറ്റവൻ പോന്നോ ഇല്ലയോ. പണി പാളി. 8ൻ്റെ പണി കിട്ടിയേക്ക് നാട്ടിൽ. പെട്രോൾ തീരാറായി. വീട്ടിൽ ചെല്ലാതെ സബ് ടാങ്ക് ഓണാക്കാനും പറ്റത്തില്ല. നമ്മുടെ ചെറുക്കൻ പോയി. ചെറുക്കൻ തോണ്ട പോകുന്നു. ഇപ്പം എന്തായാലും നമുക്ക് പെട്ടെന്ന് വീട്ടിൽ ചെന്നേ പറ്റത്തുള്ളൂ. ഇത് കണ്ടില്ലേ, പെട്രോളിൻ്റെ കാര്യം തീരുമാനമായി. സബ് ടാങ്ക് ഓണാകുന്നുമില്ല. ഇതുകൂട്ട് ഇവിടെ കത്തേണ്ടതാണ്, കത്തുന്നില്ല. ഇപ്പം 8:45. ഇവൻ പോകുന്നില്ലെന്ന് പറഞ്ഞവൻ പിന്നെ പെട്ടെന്ന് പറഞ്ഞ് പോകണമെന്ന്. അങ്ങനെ സ്കൂളിലോട്ട് വന്നതാണ്. ഇനി എന്തായാലും വീട്ടിലോട്ട് ചെല്ലട്ടെ, എങ്ങും നിർത്താനുള്ള ടൈമില്ല. ദൈവമേ, നമ്മുടെ ചെറുക്കൻ നമ്മുടെ വീട് വരെ എത്തിച്ച്. ആ സബ് ടാങ്ക് ഓണാകുന്നില്ല. ഓണാകാതെ ഇനി എങ്ങോട്ടും പോകാൻ പറ്റില്ല, പെട്രോളില്ല. അപ്പോൾ വീടിൻ്റെ അവിടെ വന്ന് ഇനി നമ്മുടെ ചെറിയ കുറച്ച് പരിപാടികളുണ്ട്, അതൊന്ന് ചെയ്ത് നോക്കാം. അത് ചെയ്ത് റെഡി ആവുകയാണെങ്കിൽ നമുക്ക് ബാറ്ററിയൊക്കെ ഒന്ന് അഴിച്ച്, നേരത്തെ അങ്ങനെ റെഡി ആയിട്ടുണ്ട്, നോക്കാം. ദൈവമേ, ഒരംഗത്തിന് പോവാണ്, റെഡിയാകണം. ആയില്ലെങ്കിൽ ഇന്ന് പണി കിട്ടും, നോക്കാം. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കുള്ളൂ, അതൊന്ന് ചെയ്തിട്ട് റെഡി ആവണം, ഞാൻ കാണിച്ചു തരാം. അതായത് ബാറ്ററിയുടെ കോലമൊക്കെ ഉണ്ടില്ലേ. ബാറ്ററി നമുക്കിപ്പോൾ ഇത് അഴിച്ചൊന്ന് രണ്ടിടത്തൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. ക്ലീൻ ചെയ്താൽ ചിലപ്പോൾ റെഡി ആകാൻ ചാൻസ് ഉണ്ട്, നോക്കാം. അപ്പോൾ അവിടുന്ന് ആ പേര് പോയിട്ടുണ്ട് സബ് ടാങ്ക്. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഓണാക്കി നോക്കാം. ഓണാക്കി കത്തിയ രക്ഷപ്പെട്ടു. ആ ഗൈസ്, അപ്പോൾ രക്ഷപ്പെട്ടിട്ടുണ്ട്, കത്തിയിട്ടുണ്ട്. ഇനിയും തന്നെ പെട്രോൾ മണ്ടയ്ക്കൊന്ന് താഴോട്ട് ഇറങ്ങിക്കോളും. അപ്പം നമ്മുടെ പരീക്ഷണം വിജയിച്ചു. അതിനിടയ്ക്ക് 8ൻ്റെ അടുത്ത പണി കിട്ടിയിട്ടുണ്ട്. മേഡം സ്കൂളിൽ നിന്ന് വിളിച്ചു, വീട്ടിലെന്തോ സാധനമുണ്ട്, അതെടുത്തുകൊണ്ട് തിരിച്ച് വീണ്ടും സ്കൂളിലോട്ട് ചെല്ലാൻ. ഇതാണ് പറയുന്നത്, ഹൗസ് ഡ്രൈവറായിട്ട് വരുന്നവർ ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ ഫുഡൊക്കെ വെക്കേണ്ട ടൈമാണ്. വീണ്ടും സ്കൂളിലോട്ട് കൊണ്ടുചെല്ലാൻ പറഞ്ഞു, സാധനം വേണ്ടോ. ഇനി അതെടുത്തുകൊണ്ട് ഇനി രണ്ടാമത് സ്കൂളിലോട്ട് പോവുകയാണ്. ഇങ്ങനെ സാധനമായിട്ട് വീണ്ടും സ്കൂളിലോട്ട് വരുന്നു. ഇവിടെ നമ്മുടെ പെട്രോൾ കയറുന്നുണ്ട്. നേരെ കാണുന്ന ഹോസ്പിറ്റലാണ്, നമുക്കിതിൻ്റെ അകത്താണ് കയറേണ്ടത്. അവിടെ ചങ്ങല ഇട്ടേക്കുന്നു. ഇവിടെ വല്ലോ ഈ നിൽക്കുന്ന ഇവരെ കണ്ടോ. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മുതൽ ഈ വെയിലത്ത് നിൽക്കും. വെയിലത്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന വണ്ടിക്കാരുടെ വണ്ടി കഴുകി വേണേൽ കൊടുക്കും. അവർ ഈ വെയിലത്ത് നിന്ന്, നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ്, അതുകൊണ്ട് ഒരാൾ അപ്പുറത്തിരുന്ന് കഴുകുന്നുണ്ട്. ജീവിക്കാൻ വേണ്ടി എന്തെല്ലാം പരിപാടികളാണ് ഗൈസ്. അപ്പോൾ ഇപ്പം മറ്റേ സാധനവും കൊടുത്ത് സ്കൂളിൽ തന്നെ നിൽക്കും. ഇപ്പം പോകണം. ഇപ്പം സമയം കറക്റ്റ് 10 മണിയായി. ഇപ്പോൾ നമ്മൾ രാവിലെ 6 മണിക്ക് ഇന്ന് ഇച്ചിരി നേരത്തെ ഇറങ്ങി, 6 മണിക്ക് ഇറങ്ങിയതാണ്. ഇതേ സമയമായപ്പം വീട്ടിൽ ചെന്നിട്ടില്ല. 10 മണിയായി. ഇനി വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് നമ്മുടെ മുന്നിൽ 1.5 മണിക്കൂർ കയ്യിലുണ്ട്. അത് വേണം ഫുഡ് ഉണ്ടാക്കാൻ, തുണിയെല്ലാം കഴിയാൻ, എല്ലാ പരിപാടിയും ആ സമയം കൊണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും പണി കിട്ടിക്കഴിഞ്ഞാൽ ഇന്നത്തെ ഫുഡ് ഉണ്ടാക്കലും കഴിയും. അതുകൊണ്ട് കഴിയലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 11:30 ആകുമ്പോൾ എന്തായാലും മറ്റേ ചെറുക്കൻ്റെ സ്കൂളിലോട്ട് പോകും. ഇന്നലെ 12-12:15 ആകുമ്പോൾ അവിടെ ചെല്ലത്തുള്ളൂ. അവിടുന്ന് അവനെ കൊണ്ട് വീട്ടിൽ വിട്ട് കഴിയുമ്പോഴത്തേക്ക് പിന്നെ മേടത്തെ ഇപ്പം നിൽക്കുന്ന സ്കൂളിൽ വരണം. പിന്നെ ഇവിടുന്ന് 1:30 ആകുമ്പോഴത്തേക്ക് തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് പിന്നെ ആ കൊച്ചി ഇറക്കനെ വിളിക്കാൻ പോകണം. കൊച്ചി ഇറക്കനെ കൂടെ വിളിച്ച് കഴിയുമ്പോഴത്തേക്ക് 2 മണി 3 മണിയൊക്കെ ആവും, 2:30-3 മണിയൊക്കെ ആവും. അത് കഴിഞ്ഞ് ഇന്ന് വേറെ പണി കിട്ടിയെന്ന് പറഞ്ഞാൽ ഇന്ന് പെട്രോൾ അടിക്കാൻ പോകണം. ഇത് ആർമിയിലെ വണ്ടിയാണിത്. അപ്പം ഇതിന് പെട്രോൾ അടിക്കണമെങ്കിൽ ഇവിടുന്ന് ഒരു 31 കിലോമീറ്റർ അങ്ങോട്ട് പോകണം. ഇതിൻ്റെ ഓഫീസുണ്ട്. അപ്പോൾ അവിടെ ചെന്ന്, അവിടെ ഫ്രീ ആണ് പെട്രോൾ, അവിടെ ചെന്ന് പെട്രോൾ അടിക്കണം. അന്നേരത്തേക്ക് തിരിച്ച് റൂമിൽ വരുമ്പോഴത്തേക്ക് 4 മണിയൊക്കെ ആവും. പിന്നെ അപ്പോൾ നമ്മുടെ പഴയ ഓട്ടം
കണ്ടിന്യൂ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം റെസ്റ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഹൗസ് ഡ്രൈവറായിട്ട് വന്നാലുള്ള ഇതൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം. അടുത്ത് ഇനി എന്താണെന്ന് നോക്കാം. ഇപ്പോൾ എന്തായാലും റൂമിലോട്ട് പോട്ടെ. ഇനി അടുത്ത് വിളിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഫുഡൊക്കെ വെക്കാം. പറഞ്ഞില്ലേ വീട്ടിലോട്ട് ചെന്നപ്പോൾ അതുകൊണ്ട് അടുത്തത് കിട്ടി. ഇതുകൊണ്ട് മേഡത്തിൻ്റെ വീട്ടിൽ കൊണ്ടു കൊടുക്കുക. അപ്പോൾ ഫുഡ് വെക്കലിൻ്റെ കാര്യമൊക്കെ തീരുമാനമായി. അപ്പോൾ ഞാനടുത്ത് ഇവിടെ നമ്മുടെ കേരള റെസ്റ്റോറൻ്റ് ഉണ്ട്, കേരളത്തെ. അപ്പം അവിടുന്ന് 2 പൊറോട്ട കഴിച്ചിട്ട് പോകും. എന്തായാലും ഇന്ന് ഫുഡ് വെപ്പൊന്നും നടക്കത്തില്ല. ഗൈസ്, അപ്പോൾ വേണ്ട പൊറോട്ടയും മുട്ടക്കറി. പൊറോട്ട വലിയ പൊറോട്ടയാണ്, അതുകൊണ്ട് 2 മേടിച്ചത്. എന്തായാലും ഞാൻ ഇത് കഴിക്കട്ടെ, ഓടാനുള്ളതല്ലേ. അപ്പം ശരി. അങ്ങനെ നമ്മുടെ ഓട്ടം വീട്ടിലോട്ട് എത്താറായില്ല, ഇതുവരെ കഴിഞ്ഞില്ല. രാവിലെ 6 മണിക്ക് ഇറങ്ങിയതാണ്. ഇപ്പോൾ നമ്മൾ ആ ചെറുക്കനെ വിളിക്കാൻ വേണ്ടി സ്കൂളിലോട്ട് പോവുക. ഇപ്പോൾ 11:15 കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ അത് കണ്ടില്ലേ, അവിടെ തണുത്ത വെള്ളം കിട്ടും. അത് നമുക്ക് കുപ്പിയിലൊന്നാക്കണം. നേരെ എന്നിട്ട് അവിടെ ചെറുക്കൻ്റെ സ്കൂളിലോട്ട് പോകണം. അപ്പം വെള്ളം ഒഴിക്കട്ടെ, ഇനി സ്കൂളിൽ ചെന്നിട്ട് കാണാം. അങ്ങനെ നമ്മളെ ചെറുക്കൻ വരുന്നുണ്ട്. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട്. അങ്ങനെ നമ്മുടെ ചെറുക്കൻ പോയി. അവന് കണ്ടു ഇന്നും ബാഗ് വേണ്ട, ഞാൻ കൊണ്ടു കൊടുക്കുന്നില്ല. ഞാൻ അടുത്ത മേഡത്തെയും 2 പിള്ളേരുണ്ട്, അവരെ വിളിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നു. ഇപ്പോൾ സമയം കറക്റ്റ് 12:30 കഴിഞ്ഞു. ഇത് നേരത്തെ ഇറങ്ങി വന്നു. ഈ മേഡമൊക്കെ ഇനി ഇറങ്ങി വരുന്ന 1 മണി 1:15 കഴിയും അവിടുത്തെ സ്കൂൾ കഴിയുമ്പോൾ. ഇനി അവിടോട്ട് ചെല്ലുമ്പോൾ പാർക്കിംഗ് ആണ് കിട്ടാത്തത് ആ സ്കൂളിലോട്ട്. അതുമല്ല പെട്രോളില്ല വണ്ടിക്ക്. മൊത്തം വണ്ടി ഒന്ന് വൃത്തിയാക്കാൻ പറ്റുന്നില്ല. എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. ഒരാഴ്ച കഫീലിൻ്റെ കൂട്ടുകാരൻ കൊണ്ടുപോയേക്കുമായിരുന്നു ഈ വണ്ടി. ഇതേ കുറച്ച് പണിയുണ്ടായിരുന്നു, അതെല്ലാം തീർത്ത് 2 ദിവസം മെനിഞ്ഞാന്ന് എൻ്റെ കയ്യിൽ കിട്ടിയത്. വണ്ടിക്കാവ് മൊത്തം നല്ല പൊടിയുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് ചെല്ലട്ടെ. ഇനി ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ക്യാമറയുണ്ട്. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ വന്നാൽ പാർക്കിംഗ് കിട്ടാൻ പാടാണ്. 2 സൈഡെല്ലാം വണ്ടി ഇട്ടേക്കും. വണ്ടി എടുത്തുകൊണ്ട് പോകാൻ ഇതിനോടൊരു വണ്ടി എടുത്തു. ഇവിടെ നമുക്ക് പാർക്കിംഗ് കിട്ടി, രക്ഷപ്പെട്ടു. അവിടെ നിന്നാണ് പിള്ളേർ ഇറങ്ങി വേണ്ടത്. ആദ്യത്തിന് ഇവിടെ പാർക്കിംഗ് കിട്ടി. അങ്ങനെ സ്കൂളോട്ടമെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ അടുത്തതായി പെട്രോൾ അടിക്കാൻ വേണ്ടി പോവാണ്. പെട്രോൾ വണ്ടിക്കകത്ത് പെട്രോൾ ഇല്ല. ഇവിടെയാണ് ഒരു പ്ലെയിൻ നിർത്തിയിട്ടിട്ടുണ്ട്. അതിപ്പം പറക്കുന്നതൊന്നും അല്ല കേട്ടാ, ഇപ്പം അവിടെ ചുമ്മാ ഇട്ടേക്കുന്നതാണ്. ഇനിയും ഇത് കർജെന്ന് പറയും, കർജ് റോഡിലോട്ടാണ് ഇറങ്ങുന്നത്. ഇവിടെ ആണെങ്കിൽ ഇനി അങ്ങോട്ട് 1 മണിക്കൂറോളം കാണും അങ്ങോട്ട് യാത്ര. മുടിഞ്ഞ ബ്ലോക്കായിരിക്കും. ബ്ലോക്ക് തുടങ്ങുന്നതേ ഉള്ളൂ. എന്നാലും ബ്ലോക്കുണ്ട്. ഇതാണ് ഓരോരുത്തന്മാരിപ്പം കുത്തിക്കയറ്റും. നമുക്ക് ഏതെങ്കിലും സൈഡ് പിടിച്ചങ്ങ് പോവാം. ഇതോ അത് കണ്ടില്ലേ, ഒരു വണ്ടിയുടെ പുറത്ത് 2 വണ്ടി. കൊള്ളാം, നല്ല രസമുണ്ട് കാണാൻ. നമുക്കിനി അതിലേ വരേണ്ടതാണ്. ഇവിടെ യൂട്ടേൺ അടിക്കാൻ വേണ്ടി കിടക്കുകയാണ്. അതിലേ ഇങ്ങനെ കറങ്ങി അടിച്ച് വരണം.
ചില യൂട്ടേണൊക്കെ നല്ല ബ്ലോക്കാണ്. ഇവിടെ ഇപ്പോൾ വലിയ കുഴപ്പമില്ല, ചെറുതായിട്ട് നീങ്ങുന്നുണ്ട്. ഇത് പിന്നെ നമ്മൾ ആർമിയുടെ എന്തോ ഒരു ഓഫീസിലാണ് ഇത് പെട്രോൾ അടിക്കുന്നത്. ഇത് അവിടുന്ന് ഫ്രീ ആണ്. അതായത് ഞാനിപ്പോൾ ഈ പോകുന്ന റൂട്ടില്ലേ, ഈ റൂട്ട് ഇവിടെ കുറേ എന്തൊക്കെയോ നമ്മളെ എന്താണ് ഓരോ സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ഓരോ സ്ഥലങ്ങളാണ് ഇവിടെ. ഞാൻ കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ കാണിച്ചു തരാം. ഇവിടെ സൈഡിലെല്ലാം പൊളിച്ച് കളഞ്ഞു. എന്തായാലും ഈ സമയം ഇപ്പോൾ ഇവിടെ ബ്ലോക്കില്ല. ഇവിടെ എപ്പോഴും ബ്ലോക്ക് വരേണ്ടതാണ്, ഇവിടെ ബ്ലോക്കില്ല. അത് നല്ല കാര്യം. ഞാൻ പെട്രോൾ അടിക്കുന്ന ഞാൻ ഈ നൈറ്റ് മാത്രമേ വരത്തുള്ളൂ. നൈറ്റ് വന്നാൽ ഈ റോഡൊന്നും വലിയ തിരക്കില്ല. ഒരു 12-1 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ ഇറങ്ങും വീട്ടിൽ നിന്ന് രാത്രി. എന്തായാലും ഓട്ടം കഴിഞ്ഞ് കിടക്കുമ്പോഴൊക്കെ ആ സമയമാകും. ആ സമയത്ത് ഞാൻ വരും. അതാകുമ്പോൾ പിന്നെ രാവിലെ കിടന്ന് ഇതുകൂട്ട് കിടന്ന് 1.5 മണിക്കൂർ 2 മണിക്കൂർ ബ്ലോക്കിൽ കിടക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കെട്ടിടങ്ങളാണ്. ഇവിടെ എന്തൊക്കെ സാധനങ്ങളുണ്ടെന്നൊന്നും അറിയത്തൊന്നുമില്ല. പിന്നെ ഇവിടം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ അങ്ങോട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വീഡിയോ എടുക്കാൻ പാടില്ല എന്ന്. അതുകൊണ്ട് നമ്മൾ കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോഴത്തേക്ക് എല്ലാം കട്ട് ചെയ്യുന്നതായിരിക്കും. വീഡിയോ എടുക്കല്ലെന്ന് പറഞ്ഞെടുത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പാടില്ലല്ലോ. എന്നാലും നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകാൻ ടൈം ആകുന്നു. വെറുതെ പണി മേടിക്കണ്ട. എന്തായാലും അവിടെ ചെന്നിട്ട് കാണാം. ഗൈസ്, അപ്പം ഞാനിപ്പോൾ പെട്രോൾ അടിക്കുന്നിടത്ത് വന്നു. ഇനിയും എൻ്റെ കഫീൽ ഇവിടോട്ട് വിളിച്ച് പറയണം. വിളിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മൾ വണ്ടിയായിട്ട് അകത്തോട്ട് ഇല്ല, വണ്ടിയെല്ലാം ചെക്ക് ചെയ്യും, എന്നിട്ട് പെട്രോൾ അടിക്കുക. അതുവരെ ഇനി ഇവിടെ വെളിയിൽ വെയിറ്റ് ചെയ്യണം. പിന്നെന്താണ്, പിന്നെ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അതായത് എൻ്റെ ഫോണിലാണ് ചാർജ് ഇല്ല, വണ്ടിക്കകത്ത് കുത്തിയിടാൻ അത് കംപ്ലൈൻ്റ് ആണ് കേബിൾ. അപ്പം ഒത്തിരി ലെങ്തും വേണ്ട വീഡിയോയ്ക്ക്, അങ്ങനെ വിചാരിച്ചു. അപ്പം എൻ്റെ ഈ ചെറിയ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ എല്ലാവരും കണ്ടു കാണുമല്ലോ. അപ്പം പുതിയതായിട്ട് വരാനിരിക്കുന്നവരും ഇതൊക്കെ മനസ്സിലാക്കുക. ഹൗസ് ഡ്രൈവർ ജോലി ഇങ്ങനെയൊക്കെയാണെന്ന്. ഓക്കെ, അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നൊരിക്കൽ കാണാം. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നൊരിക്കൽ കാണാം.